ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ സ്മാർട്ട് ഫോൺ ഏകദേശം 150 വർഷം മുമ്പ് എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോണിന് പേറ്റന്റ് നേടി. അന്ന് ഫോൺ എന്നത് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന വലിയ ഉപകരണമായിരുന്നു. ദൂരെയുള്ള ഒരാളുമായി ശബ്ദത്തിലൂടെ സംസാരിക്കുക, അതുതന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നീട് റോട്ടറി ഡയൽ ഫോൺ വന്നു. നമ്പർ ഓരോന്നായി തിരിച്ചു വിളിക്കേണ്ട കാലം. പിന്നീട് പുഷ് ബട്ടൺ ഫോൺസ് എത്തി. നമ്പർ ഡയൽ ചെയ്യുന്നത് വളരെ എളുപ്പമായി. പിന്നെ ഫോൺ വയറിൽ നിന്ന് വയർലെസ്സിലേക്ക് മാറി. 1973 മോട്ടറോളയുടെ മാർട്ടിൻ കൂപ്പർ ലോകത്തിലെ ആദ്യത്തെ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോൺ കോൾ നടത്തി. ആ ഫോൺ ഇന്നത്തെ ഫോണുകളുമായി താരതമ്യം ചെയ്താൽ ഒരു ചെറിയ ഇഷ്ടിക പോലെയായിരുന്നു. 1990കളിൽ മൊബൈൽ ഫോണുകൾ കൂടുതൽ ചെറുതായി. SMS, ഗെയിംസ്, കോൺടാക്ട്സ് തുടങ്ങിയവ ജനപ്രിയമായി. 2000 ക്യാമറ, മ്യൂസിക് പ്ലെയർ, ഇൻ്റർനെറ്റ് എന്നിവ ഫോണിലെത്തി. 2007 ഐഫോൺ പോലുള്ള ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോൺസ് മൊബൈൽ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് AI, 5G, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അഡ്വാൻസ്ഡ് ക്യാമറാസ്, ഫേസ് റെക്കഗ്നിഷൻ എന്നിവ നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ ഭാഗമാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഭാവിയിലെ ഫോൺ സ്ക്രീൻ ഇല്ലാതായിരിക്കുമോ? ഹോളോഗ്രാമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് തന്നെ ബന്ധിപ്പിക്കപ്പെടുമോ? 1876 ടെലിഫോണിൽ നിന്ന് AI സ്മാർട്ട് ഫോൺ വരെ ഫോണിൻ്റെ അടുത്ത പരിണാമം എന്തായിരിക്കും?